നമ്മളൊരു വീഡിയോക്ക് കോപ്പിറൈറ്റ് കിട്ടി, അതും ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സിൻ്റെ പാർട്ട് 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, നമ്മൾ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു വീഡിയോ കണ്ടവർ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല, ഇനി വരുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഫാഷൻ ഹിസ്റ്ററി മുതലുള്ള കാര്യങ്ങൾ, ബേസ് ആയിട്ടുള്ള ഫാഷൻ ഹിസ്റ്ററി മുതലുള്ള കാര്യങ്ങൾ ഓരോ എപ്പിസോഡ്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീട്ടിൽ നിന്ന് പുറത്ത് പോയി പഠിക്കാൻ സാധിക്കാത്തവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സിൻ്റെ അഫോർഡബിൾ അല്ല എന്ന് തോന്നിയവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള വീഡിയോ ആണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഫാദർ ഓഫ് ഫാഷൻ ആരാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. ഫാദർ ഓഫ് ഫാഷൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഹോട്ട് കോട്ടൂർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചാൾസ് ഫ്രെഡറിക് വർത്ത്. അദ്ദേഹം ജനിക്കുന്നത് 1825 ഒക്ടോബർ 13 ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ അതിന് മുന്നേയും ഫാഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നിയൊരു ഡൗട്ടായിരിക്കും അല്ലേ? ഫാഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഏകദേശം 3000 BC ആ ഒരു കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. പക്ഷെ അന്ന് കൂടുതലായിട്ടും ഡ്രസ്സിങ് ചെയ്തിരുന്നത് സോഷ്യൽ സ്റ്റാറ്റസ് കാണിക്കാനും അതുപോലെ തന്നെ കൾച്ചറൽ ഐഡൻറ്റിറ്റി കാണിക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. ഇദ്ദേഹം ഫാദർ ഓഫ് ഫാഷൻ എന്നറിയപ്പെടാൻ ചില കാരണങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കാം അല്ലേ? അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ 11ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവരെ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഈ ഒരു 11ാം വയസ്സിൽ തന്നെ അദ്ദേഹത്തിനൊരു ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. അദ്ദേഹം അങ്ങനെ ഒരു പ്രിൻ്റർ ഷോപ്പിൽ ജോലി ചെയ്തു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അപ്രൻറ്റീസായിട്ട് വർക്ക് കിട്ടുകയും അദ്ദേഹം ലണ്ടനിലോട്ട് മൂവ് ഓൺ ചെയ്യുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് അദ്ദേഹം ഫോമർ മോഡലായിട്ടുള്ള മേരി വേർണറ്റിനെ പരിചയപ്പെട്ടു. അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാവുകയും 1851 ഇവർ തമ്മിൽ വിവാഹം കഴിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഹോട്ട് കോട്ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ. പിന്നീട് നമ്മുടെ മേരി വേർണറ്റും ചാൾസ് ഫ്രെഡറിക് വർത്തും കൂടി 1858 ഫസ്റ്റ് ഹോട്ട് കോട്ടൂർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മേരി വേർണറ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അവരൊരു ഫോമൽ മോഡലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനെ ചാൾസ് ഫ്രെഡറിക് വർത്തിലേക്ക് എത്തിക്കാനും അതുവഴി ക്ലോത്തുകൾ സെല് ചെയ്യിക്കാനും വേണ്ടിയിട്ട് മേരി വേർണറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ചാൾസ് ഫ്രെഡറിക് വർത്തിന് വളരെ വലുതായിരുന്നു. ഹൗസ് ഓഫ് വർത്ത് എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹം ഹോട്ട് കോട്ടൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തെ ഫാദർ ഓഫ് ഫാഷൻ എന്ന് വിളിക്കുന്നതിനുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കസ്റ്റമൈസ്ഡ് ഡിസൈൻ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അതായത് നമുക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനുള്ള സ്ലീവ്, അവരുടെ ഇഷ്ടത്തിനുള്ള നെക്ക് അതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ്ലി അവരുടെ ഇഷ്ടത്തിനുള്ളൊരു ഔട്ട്ഫിറ്റ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനെയാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കസ്റ്റമൈസ്ഡ് ഡിസൈൻ കൊണ്ടുവന്നത് ചാൾസ് ഫ്രെഡറിക് വർത്താണ്. അതിന് മുന്നേയും ആളുകൾ ഡ്രസ്സസ് വെയർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ഡിസൈൻ ചെയ്യുന്നത് ആരാണോ അവരുടെ ഇഷ്ടത്തിനായിരുന്നു ആ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിന് അവിടെ ഒരു വാല്യൂവും കൊടുത്തിരുന്നില്ല. അപ്പം ഫസ്റ്റായിട്ട് കസ്റ്റമൈസ്ഡ് ഡിസൈൻ കൊണ്ടുവരികയും അതുവഴി ജനങ്ങളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്തത് ചാൾസ് ഫ്രെഡറിക് വർത്താണ്. അതുപോലെ തന്നെ 1870-80 കാലഘട്ടങ്ങളിലായിരുന്നു സ്ത്രീകളുടെ ഫാഷന് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം നമ്മൾ ലെഗ് ഓഫ് മട്ടൺ സ്ലീവ് അല്ലെങ്കിൽ ഗിഗോട്ട് സ്ലീവ് എന്നൊക്കെ പറയുന്ന ആ ഒരു ലെഗ് ഓഫ് മട്ടൺ സ്ലീവ് ഉണ്ടല്ലോ, പോപ്പുലറായിട്ടും എല്ലാവർക്കും അറിയാം ലെഗ് ഓഫ് മട്ടൺ സ്ലീവ് എന്ന് പറഞ്ഞാലാണ്. അപ്പോൾ ആ ഒരു സ്ലീവ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ചാൾസ് ഫ്രെഡറിക് വർത്താണ്. ഈ ഒരു 1870-80 കാലഘട്ടത്തിൽ ഈ ഒരു സ്ലീവ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പാരീസിലെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹൗസ് ഓഫ് വർത്ത് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ട് കോട്ടൂർ വിജയത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ഫാഷൻ രംഗത്ത് അദ്ദേഹത്തിന് ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പാരീസിലെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിജയം
പാരീസ് എന്ന് പറയുന്ന ആ നഗരത്തെ തന്നെ ലോകത്തിലെ ഫാഷൻ്റെ തലസ്ഥാനമാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരീസിലെ ഫസ്റ്റ് ഹോട്ട് കോട്ടൂർ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇദ്ദേഹമാണ്. അതുപോലെ സീസണൽ ബേസ്ഡ് ആയിട്ടുള്ള ഫാഷൻ ഷോസ് അല്ലെങ്കിൽ സീസണൽ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് എന്നുള്ള കൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്നത് ചാൾസ് ഫ്രെഡറിക് വർത്താണ്. അപ്പോൾ ഈ ഒരു സീസൺ ബേസ്ഡ് ഫാഷൻ ഷോസൊക്കെ ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാൾസ് ഫ്രെഡറിക് വർത്താണ്. അതുപോലെ തന്നെ അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ക്ലോത്തിൻ്റെ ക്വാളിറ്റി, കംഫർട്ട്, അതുപോലെ തന്നെ ബ്യൂട്ടി, ഈ ഒരു 3 കാര്യങ്ങളിലാണ് അദ്ദേഹം മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ ഫാഷൻ ഡിസൈനർ എന്നുള്ള ആ ഒരു ടേം ഉണ്ടല്ലോ, അത് ഫസ്റ്റായിട്ട് പറഞ്ഞത് നമ്മുടെ ചാൾസ് ഫ്രെഡറിക് വർത്താണ്. അപ്പോൾ അദ്ദേഹത്തെ ഫാദർ ഓഫ് ഫാഷൻ എന്ന് വിളിക്കാനുള്ള കുറച്ച് കാരണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോട്ട് കോട്ടൂറിൽ മെയിനായിട്ടും ഉണ്ടായിരുന്നത് റെഡി ടു വെയർ ഡ്രസ്സ് അല്ലെങ്കിൽ പെർഫ്യൂംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അദ്ദേഹം കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം കസ്റ്റമൈസ് ചെയ്യുന്നത് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് അത് എത്താൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം റെഡി ടു വെയർ ഡ്രസ്സ് അല്ലെങ്കിൽ പെർഫ്യൂംസ് ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഹോട്ട് കോട്ടൂറിൽ കൂടുതലായിട്ടും കണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം 1895 ന്യൂമോണിയ ബാധിച്ച് മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാൾസ് ഫ്രെഡറിക് വർത്തിനെ ഫാദർ ഓഫ് ഫാഷൻ എന്ന് വിളിക്കാനുണ്ടായ ചില കാരണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫാഷൻ ഹിസ്റ്ററി മുതലുള്ള കാര്യങ്ങൾ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ 3 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും എൻ്റെ വീഡിയോയിൽ വരുന്ന തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഡൗട്ട്സും ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. ഡൗട്ട്സ് കമൻറ്റിലൂടെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.